ശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം ഇവിടുന്ന് വരും. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. സങ്കീർത്തനങ്ങൾ 121:1-2. അപ്പോൾ എനിക്ക് എല്ലാ സഹായവും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഈ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മലയുടെ മുകളിലേക്ക് നോക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. പണ്ടൊക്കെ ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരു മലമുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവ സാന്നിധ്യ ഇടമായി പൊതുവേ ഇങ്ങനെ പർവ്വതങ്ങളും മലകളും ഒക്കെ അറിയപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി എനിക്ക് സഹായം എവിടുന്ന് വരും, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. എല്ലാ സഹായവും എല്ലാ അനുഗ്രഹവും കടന്നു വരുന്നത് ദൈവത്തിൽ നിന്നാണ്. സകല ദൈവാനുഗ്രഹവും കടന്നു വരുന്ന ദൈവത്തിൽ നിന്ന്. ദൈവാനുഗ്രഹം ദൈവത്തിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്നാണ് കടന്നു വരുന്നത്? അതുകൊണ്ട് ദൈവാനുഗ്രഹം നമുക്ക് ഈ ദൈവത്തിന് കടന്നു വരണമെങ്കിൽ നമ്മൾ ദൈവ സാന്നിധ്യത്തിലേക്ക് നോക്കണം. ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും ഉയരണം, കരങ്ങളും ഉയരണം ദൈവ സാന്നിധ്യത്തിലേക്ക്. അപ്പോൾ നമുക്ക് ആവശ്യമായ സഹായം ദൈവത്തിൽ നിന്ന് കടന്നു വരും. ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സും കരങ്ങളും ഇങ്ങനെ ഉയരുമ്പോൾ, കണ്ണുകൾ ഉയരുമ്പോൾ ഈ ദൈവ സാന്നിധ്യം നമുക്ക് ഈ ഒരു അനുഗ്രഹവും സഹായവും ലഭിക്കും. അതിനുവേണ്ടി ദൈവം ഒരു പക്ഷേ മറ്റു വ്യക്തികളെയോ സ്ഥലങ്ങളെയോ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ടാവാം. പക്ഷേ എല്ലാ അനുഗ്രഹവും എല്ലാ നന്മകളും കടന്നു വരുന്നത് ലഭിക്കും ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സും കരങ്ങളും ഹൃദയവും കണ്ണുകളും ദൈവ സാന്നിധ്യത്തിലേക്ക് ഇങ്ങനെ ഉയർത്തി നമുക്കും അനുഗ്രഹം പ്രാപിക്കാം. ആമേൻ. ഹല്ലേലൂയ.